പ്രധാന വാർത്തകൾ. ഇറാനിൽ ബോംബിട്ടതിന് യുഎസിന് ചെലവ് $2,500 കോടി. ചരക്കു കപ്പലിൽ US മറൈനുകളുടെ പരിശോധന. ഇറാനിലെ യുദ്ധത്തിന് യുഎസിന് ചെലവായത് $2,500 കോടി. യുഎസിന് കോൺഗ്രസിലെ സായുധ സേന സ്ഥിരം സമിതിയുടെ തെളിവെടുപ്പിലാണ് പെന്റഗൺ ഉദ്യോഗസ്ഥൻ കണക്ക് വെളിപ്പെടുത്തിയത്. ഇറാനെതിരെ ഉപയോഗിച്ച ബോംബുകൾ അടക്കമുള്ള ആയുധങ്ങൾക്കാണ് പണമേറെയും ചെലവാക്കിയത്. അതിനിടെ ഇറാനിലേക്കെന്ന് സംശയിച്ച് ചരക്കു കപ്പലിനെ അറബിക്കടൽ US സേന തടഞ്ഞു. കപ്പലിൽ കയറിയ മറൈനുകൾ പരിശോധന നടത്തി. കപ്പൽ ഇറാൻ തുറമുഖത്തേക്കുള്ളതല്ലെന്ന് ബോധ്യമായതോടെ MV ബൂസ്റ്റർ 3 എന്ന കപ്പലിനെ യാത്ര തുടരാൻ അനുവദിച്ചെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. നാവിക ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ച 39 കപ്പലുകളെ വഴിതിരിച്ചു വിട്ടതായും US വ്യക്തമാക്കി. മഴ ആശ്വാസമായി വൈദ്യുതി ഉപഭോഗം കുറയുന്നു. ഇന്നലെ നിയന്ത്രണം വേണ്ടി വന്നില്ലെന്ന് KSEB. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധിയിൽ അല്പം ആശ്വാസം. വൈദ്യുതി ഉപഭോഗം കുറയുന്നു. ഇന്നലെ നിയന്ത്രണം വേണ്ടി വന്നില്ലെന്ന് KSEB. മഴ പെയ്ത് ചൂട് കുറഞ്ഞത് ആശ്വാസമായി. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം മുതലാണ് അരമണിക്കൂർ വരെ ലോഡ് ഷെഡിംഗ് പ്രഖ്യാപിച്ചത്. വൈകിട്ട് 6 മണി മുതൽ 12 മണി വരെയുള്ള പീക്ക് അവറിലാണ് വൈദ്യുതി നിയന്ത്രണം. പ്രകൃതി ചതിച്ചതിലാണ് ലോഡ് ഷെഡിംഗ് എന്നായിരുന്നു വൈദ്യുതി മന്ത്രിയുടെ വാദം. 10 വർഷം നീണ്ട അവകാശവാദങ്ങളുടെ എല്ലാം ഫ്യൂസ് ഊരിയാണ് KSEB വൈദ്യുതി നിയന്ത്രണം പ്രഖ്യാപിച്ചത്. വൈദ്യുതി വിതരണ പ്രസരണ ശൃംഖലയുടെ ആഘാതം ഒഴിവാക്കാൻ നിയന്ത്രണം കൂടിയേ തീരൂ എന്നായിരുന്നു വിശദീകരിച്ചത്. ഊർജ സെക്രട്ടറി പങ്കെടുത്ത KSEB ഉന്നതതല യോഗത്തിലായിരുന്നു തീരുമാനം. രോഹിത്തിന്റെ മടങ്ങിവരവിനെ കുറിച്ച് സൂചന നൽകി ഹാർദിക് പാണ്ഡ്യ. ധൃതിപ്പെട്ട് കളിക്കേണ്ടെന്ന് മാനേജ്മെന്റ് തീരുമാനം. IPL സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരായ നിർണായക മത്സരത്തിലും മുംബൈ ഇന്ത്യൻസ് മുൻ നായകൻ രോഹിത് ശർമ്മ കളിക്കുന്നില്ല. വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ ടോസ് വേളയിലാണ് നായകൻ ഹാർദിക് പാണ്ഡ്യ രോഹിത്തിന്റെ ആരോഗ്യസ്ഥിതിയെ കുറിച്ചുള്ള അപ്ഡേറ്റ് നൽകിയത്. രോഹിത് പൂർണ്ണ കായികക്ഷമത കൈവരിക്കാൻ ഇനിയും 2-3 മത്സരങ്ങൾ കൂടി വേണ്ടിവരുമെന്ന് ഹാർദിക് വ്യക്തമാക്കി. ഹാസ്ട്രിങ്ങിനേറ്റ പരിക്ക് മൂലം കഴിഞ്ഞ കുറച്ചു മത്സരങ്ങളായി രോഹിത് ടീമിന് പുറത്താണ്. പശ്ചിമേഷ്യൻ സംഘർഷം 60ാം ദിവസത്തിലേക്ക്. ഇറാൻ യുദ്ധത്തിനായി ചെലവാക്കിയത് $25 ബില്യൺ. ആണവായുധ നിർമ്മാണം തടയാൻ എന്ത് വിലയും നൽകുമെന്ന് US. പശ്ചിമേഷ്യ സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് തള്ളിവിട്ട് ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും ആരംഭിച്ച സംയുക്ത സൈനിക നടപടികൾ 60ാം ദിവസത്തിലേക്ക്. ഫെബ്രുവരി 28 പുലർച്ചെ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന പേരിൽ അമേരിക്കയും ഇസ്രായേലും തുടങ്ങിയ സൈനിക ആക്രമണം രാജ്യത്ത് തന്നെ വലിയ പ്രതിസന്ധി ഉണ്ടായിരിക്കുകയാണ്. ഇറാന്റെ ആണവശേഷി ഉന്മൂലനമാണ് തങ്ങളുടെ ലക്ഷ്യമെന്നാണ് പെന്റഗൺ മേധാവി പീറ്റ് ഹെക്സറ്റ് ജനപ്രതിനിധി സഭയിൽ പറഞ്ഞത്. ആക്രമണം ഇറാനെ തീർത്തും ദുർബലമാക്കിയെന്നും പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സറ്റ് അവകാശപ്പെട്ടു. ഇറാനുമായുള്ള യുദ്ധത്തിനായി അമേരിക്ക ഇതുവരെ $25 ബില്യൺ ചിലവാക്കിയതായും പെന്റഗൺ വെളിപ്പെടുത്തി. കേരളത്തിൽ വേനൽ മഴ ശക്തമാകുന്നു. ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. സംസ്ഥാനത്ത് വേനൽ മഴ ശക്തമാകുന്നു. ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വേനൽ മഴ ലഭിച്ചതോടെ സംസ്ഥാനത്ത് താപനിലയിൽ നേരിയ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മെയ് 2 വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ വേനൽ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. അതേസമയം ഇടുക്കിയിലും മറ്റു സ്ഥലങ്ങളിലും ശക്തമായ മഴയിലും കാറ്റിലും നാശനഷ്ടങ്ങൾ ഉണ്ടായി. മരം കടപുഴകി വീഴുകയും ശക്തമായ കാറ്റിൽ വ്യാപാര സ്ഥാപനത്തിന്റെ മേൽക്കൂര പറന്നു പോവുകയും ചെയ്തു. ചിലയിടങ്ങളിൽ കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട്. ഇതുപോലുള്ള ന്യൂസ് അപ്ഡേറ്റുകൾക്കായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക.